പനമ്പാലം പുഴയിൽ എല്ലാ വർഷവും സ്ഥിരമായി ചണ്ടി, വേസ്റ്റ് സിൽറ്റ് നിറയുന്നതും പുഴ തൂർന്നുപോകുന്നതും സിൽറ്റിംഗ് വളരെ ഗുരുതരമായ ഒരു പരിസ്ഥിതി പ്രശ്നമാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഒഴുക്ക് തടസ്സപ്പെടുന്നത്. പുഴയിൽ കല്ലും മുള്ളും മറ്റ് മാലിന്യങ്ങളും അടിഞ്ഞുകൂടുമ്പോൾ വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് നിലയ്ക്കുന്നു. ഒഴുക്ക് കുറയുമ്പോൾ ഒഴുകിവരേണ്ട മണ്ണും ചളിയും ഒരിടത്ത് തന്നെ അടിഞ്ഞുകൂടുകയും അത് ചണ്ടിയായി മാറുകയും ചെയ്യുന്നു. 2. സംരക്ഷണ ഭിത്തിയുടെ അഭാവം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പുഴയുടെ ഇരുവശങ്ങളിലും ഭിത്തിയില്ലാത്തതിനാൽ മഴക്കാലത്ത് കരയിലെ മണ്ണ് ഒലിച്ച് പുഴയിലേക്ക് വീഴുന്നു. ഈ മണ്ണ് അടിഞ്ഞുകൂടി പുഴയുടെ ആഴം കുറയുകയും ഓരോ വർഷവും പുഴ കൂടുതൽ തൂർന്നു വരികയും ചെയ്യുന്നു. 3. മത്സ്യസമ്പത്തിന്റെ നാശം. ചണ്ടി നിറയുന്നത് പുഴയിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നു. ഇത് പുഴയിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ചത്തുപോകാനും പ്രജനനം നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കും എത്തിക്കുന്നു. ഇതുകൊണ്ടാണ് പണ്ട് ഈ പുഴയിൽ നിന്ന് മീൻപിടിച്ച് ജീവിച്ചിരുന്നവർക്ക് ഇപ്പോൾ തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വന്നത്. 4. മാലിന്യ നിക്ഷേപം. പ്ലാസ്റ്റിക് അടക്കമുള്ള കച്ചറകൾ ചണ്ടിയുമായി കലരുന്നത് വലിയൊരു ഭീഷണിയാണ്. ഇത് പുഴയെ ഒരു അഴുക്കുചാലായി മാറ്റുകയും പകർച്ചവ്യാധികൾ പടരാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം. ഓരോ വർഷവും താൽക്കാലികമായി ചണ്ടി നീക്കം ചെയ്യുന്നതിനു പകരം പുഴയുടെ ആഴം കൂട്ടുകയും ഡ്രെഡ്ജിംഗ് അതോടൊപ്പം തന്നെ ഇരുവശങ്ങളിലും സംരക്ഷണ ഭിത്തി സൈഡ് വോൾ നിർമ്മിക്കുകയും വേണം. എങ്കിൽ മാത്രമേ കരയിടിച്ചിൽ തടയാനും പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തിരികെ കൊണ്ടുവരാനും കഴിയൂ. ഷംസു വണിയന്നൂരിനെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതുവഴി വരും വർഷങ്ങളിൽ ഇതിനൊരു സ്ഥിരമായ പരിഹാരം, പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും.